ബാത്റൂം ബാത്റൂം കെട്ടണ കാര്യമായി ബാത്റൂമിന്റെ പ്ലാൻ എന്റെ മുറ്റത്താ. അവിടെ നടക്കൂല. അവിടെ നടക്കൂല. അല്ല ഇവിടെ നടക്കൂലെന്ന്. നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് ഇവിടെ ബാത്റൂം പണിയാൻ പോണേ? അത് മല്ലിക പറഞ്ഞു. മല്ലിക പറഞ്ഞല്ലോ അവിടെ കെട്ടുന്നത്. മല്ലിക ഓളെ ഇവിടെ താമസിപ്പിക്കണോ വേണ്ടോന്ന് പോലും ഞാൻ തീരുമാനിച്ചില്ല. അപ്പോഴാ ബാത്റൂം പണി. അല്ല വാസട്ട് നിങ്ങൾക്ക് എന്താ വിവരല്ലേ? നിങ്ങൾ ഇക്കാനോട് ചോദിച്ചോ? നിങ്ങൾ ഇക്കാനോട് ചോദിച്ചിട്ടാണോ ഈ ചെയ്യണേ? എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ മുറ്റത്താണ്. ഇക്ക അങ്ങോട്ട് വരി. എന്താണ് ഇങ്ങോട്ട് വരി. ഇങ്ങോട്ട് ഇവിടെ നടക്കൂല. എന്ത് പ്ലാനാണ് നടക്കൂല. അതല്ല ഈ മിണ്ടരുത്. ഓരോ കാര്യത്തിൽ പോയിട്ട് ഗുലുമാൽ. നിങ്ങള് ആരോട് ചോദിച്ചിട്ടാ ഇവിടെ ബാത്റൂം പണിയാൻ പറഞ്ഞു? ഇവിടെ ബാത്റൂം പണിയാൻ പോവാണെന്ന്. ബാത്റൂം പണിയല്ല, ഇത് അതിന്റെ ഒരു പ്ലാൻ ഇങ്ങനെ നോക്കിയതാണ്. എന്താ ഈ പറയണത് വാസു? ഇവിടെ ബാത്റൂം പണിയാൻ ഇവിടെ പ്ലാൻ നോക്കണ എന്തിനാണ്? ഇയാളാ പണിയണത്. ആര് പണിതാൽ നിങ്ങള്? അതെ നിങ്ങളെ പണിയുന്ന ആള്. അതെ മൂപ്പർക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ താമസിക്കാൻ സൗകര്യം ഇല്ലാത്ത കാരണം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാണ്. അല്ലാണ്ട് ഇവിടെ സാധനം ഒന്നും പതിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. ഇയാളോട് പറയണ എന്തിനാണ്? എന്തിനാ ചോദിച്ചാ പിന്നെ ഇവിടെ വന്നിട്ട് ബാത്റൂം മൂപ്പര് പണിയുന്ന ആള് അറിയണ്ടേ? ഇപ്പൊ ഇത് കാര്യം എന്താന്നുള്ളത് അറിയണ്ടേ? ഇതിപ്പോ ആരെ തീരുമാനമാണ്? മല്ലികയുടെ തീരുമാനമാണ്. മല്ലിക അങ്ങനൊന്നും പറയണ്ട. ഇവിടെ ബാത്റൂം പണിയാൻ പറ്റില്ല. ഓളോട് പറയാ, അല്ലെങ്കിൽ വിളിക്ക് ഇങ്ങോട്ട്. ഇതൊന്ന് സംസാരിക്കും. എന്റെ മല്ലികയുടെ കാര്യമല്ല പറയണത്. മല്ലികയുടെ ഭാര്യയുടെ പേര് മല്ലികയാണ്. നിങ്ങളുടെ ഭാര്യ മല്ലികയാണ്? അത് ശരി. നിങ്ങളുടെ ഭാര്യ മല്ലിക ബാത്റൂം പണിയാൻ പറഞ്ഞത് എന്താ? എന്റെ വീട്ടിൽ വന്നിട്ട് ഇവിടെ ഈ വീട്ടില് ബാത്റൂം പണിയണ കാര്യമല്ല നമ്മള് സംസാരിക്കണത്. അയാളുടെ വീട്ടില് ബാത്റൂം പണിയണ കാര്യമാണ്. അയാളുടെ വീട്ടില് ബാത്റൂം പണിയണ എന്തിനാണ് കുറ്റിയടിക്കണത്? ഒരു മിനിറ്റ് ഒന്നിട്ട് വന്നായി ഒരു കാര്യം പറയട്ടെ. ഞാൻ എന്താണ് എന്ത് കാര്യം പറഞ്ഞാലും ഇവിടെ നടക്കൂല. റസിയ ഞാൻ പറയണത് അത് മായ്ക്കണല്ല. ഇവിടെ ചേട്ടന്റെ വീട്ടില് ബാത്റൂം പണിയണ കാര്യം ആചാരിക്ക് ഒരു പണി കിട്ടണ കാര്യം വന്നതല്ലേ? എനിക്ക് കാര്യം മനസ്സിലാവണ്ട. ഇതൊന്നല്ല സംഭവം. ഇതിപ്പോ എന്താ വെച്ചാല് മൂപ്പർക്ക് ഒരു വീട് പണിയണം. അപ്പൊ അതിന്റെ പ്ലാന് ഇതാ നമ്മുടെ വാസുട്ടിയാണ് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ആ ബാത്റൂമാണ് ഇപ്പൊ ഇവിടെ പണിയണം എന്നുള്ളത് കാണിച്ചു കൊടുക്കണേ. ഇപ്പൊ കൊടുത്ത കിട്ടിയോ? അതാണ് ഇവിടെ പണിയണം. എന്തൊരു ഹാലാക്കത്! എന്താ എന്റെ തലയിലും കളിമണ്ണാണ്. ഇത് മൂപ്പരുടെ വീട് പണിയണ എന്റെ പ്ലാൻ ഒന്ന് വരച്ച് കാണിച്ചു കൊടുത്താന്ന്. ഇവിടെ പണിയാനല്ലാന്ന്. അത്രേ ഉള്ളൂ. ആദ്യം എനിക്ക് പറഞ്ഞൂടെ? വന്നപ്പോ തൊട്ട് പറയണല്ലേ, പറയാൻ സമ്മതിക്കണ്ടേ? എന്തായാലും പറയാൻ വേണ്ടി വാ തുറക്കണ സമയത്ത് ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ കാട്ടുക? ഒന്നാമത്തെ കാര്യം എനിക്ക് എന്തിനാണ് കേൾക്കുമ്പോൾ ആളെടുത്ത് അങ്ങോട്ട് ഇറങ്ങും. എന്താ നിങ്ങൾ എന്തിനാ പോയത്? ഒരു ലേശം മല്ലിപ്പൊടി ഉണ്ടാകാൻ കാണിക്കും. മല്ലിപ്പൊടി അല്ലാതെ കുമ്മായപ്പൊടിയാണ് ഇടുക വരക്കാന്. മല്ലിപ്പൊടിക്ക് വേണ്ടി പറഞ്ഞാണ് എന്നെ. ലേശം മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ എടുക്ക്. ഇതിന്റെ മല്ലിപ്പൊടിയും പറഞ്ഞു വിട്ട. മല്ലിപ്പൊടി ഇരിക്കല്ലോ. മല്ലിപ്പൊടി ഇല്ലാത്ത വീടുണ്ടോ? ആശാരി ഈ ഗോപിച്ചാറിന്റെ കാര്യം പറ. അത് ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ നാളെ രാവിലെ അങ്ങോട്ട് വരാം. ഏതാ കുഴപ്പം? പറഞ്ഞ അച്ചിട്ടതാണ്. അതെ ദക്ഷിണ കൊടുത്തു. വേറെ ഒന്നും വിചാരിക്കട്ടോ. അത് ഓളിങ്ങനെ അറിയാതെ വാങ്ങിക്കോ. വാങ്ങിക്കുന്നത് ഒരു സന്തോഷത്തിനല്ലേ? ഫീസ് വേറെ ഈ വീടിന്റെ ഉമ്പർത്ത് വന്നിട്ട് കളിക്കുന്നത് അവിടെ പട്ടിയിൽ പോയിരുന്നു കളിച്ചോളൂ. നിനക്ക് അച്ഛനെന്താണ് ഈ പറയുന്നത്? അകത്തിരുന്ന് കളിക്കാൻ പറയുമ്പോ പുറത്തിരുന്ന് കളിക്കാൻ പറയും, പുറത്തിരുന്ന് കളിക്കാൻ പറയുമ്പോ അകത്തിരുന്ന് കളിക്കാൻ പറഞ്ഞു. അച്ഛന് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കി. ഞങ്ങൾ അകത്തിരുന്ന് കളിക്കണോ പുറത്തിരുന്ന് കളിക്കണോ? എടാ അവിടെ എവിടെയെങ്കിലും പോയിരുന്നു കളിച്ചോടെ. ഈ വീട്ടിന്റെ ഉമ്പർ തന്നെ വന്നിരുന്ന് കളിക്കണോ? അച്ഛനങ്ങോട്ട് നോക്കിയാ അവിടെ കക്കൂസ പണിയാൻ പോവല്ലേ? എന്താണ് എന്താണ് എന്ത് അന്തം വിട്ട പരിശാലമായി നോക്കണം? എന്താ കാര്യം? എന്താ എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എനിക്കെന്തുദ്ദേശം? അത് ആ ഇവനോട് ഇതാ ഒരു പ്ലാൻ വരച്ചു കൊടുക്കാൻ വേണ്ടി വേറെ എവിടുന്നോ വന്നേക്കാം. അല്ലാണ്ട് അവർക്ക് വരെ വെക്കാനൊന്നല്ല അവിടെ. അതല്ല മല്ലിപ്പൊടിന്റെ കാര്യം. മല്ലിപ്പൊടി എന്താണ്? ഇജ്ജ് മല്ലിപ്പൊടി കൊടുക്കാന്ന് പറഞ്ഞില്ല, അവിടെ കൊടുത്താല് മല്ലിപ്പൊടി എടുത്ത് കൊടുക്ക്. ഒന്നാമത്തെ കാര്യം ഓരിങ്ങോട്ട് വന്നത് തന്നെ തെറ്റാണ്. വേറെ കുടുംബത്തിൽ വന്നിട്ടാ താമസിക്കണേ. എന്താ ഇപ്പൊ വലിയല്ലിപ്പോ നല്ല രീതിയിൽ അവർക്ക് മല്ലിപ്പൊടി വെച്ചപ്പോ ആ മല്ലിപ്പൊടി ഇപ്പൊ എടുത്തരാട്ടോ പറഞ്ഞു. നല്ല ഇതിൽ വന്നത് ഇനിയിപ്പൊ എന്താണ് ഇവിടെ വന്നിട്ട് എനിക്ക് മാറ്റം?
രണ്ടാൾക്കാരുടെ മുന്നിൽ നിന്ന് ഞാൻ എന്താ പിന്നെ തരൂല എന്ന് പറയണോ അല്ല പറയണ്ട ജങ്ങൾ എടുത്ത് കൊടുത്താല് എനിക്ക് പറ്റില്ല. എന്ത് വർത്താനുണ്ട് മെസ്സേജ് പറഞ്ഞത് വെറുതെ മനുഷ്യന് അതെ ഈ മല്ലിപ്പൊടി വെറുതെ കളിക്കാക്കാണ്ട് എനിക്ക് ചില വേഷം കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്തറിഞ്ഞിട്ട് ഈ പറയണം? ഇന്നിപ്പോ മല്ലിപ്പൊടി ചോദിച്ചു ആദ്യത്തെ ദിവസം തന്നെ. ഇനി ഇപ്പൊ ചോദിക്കൂ അരി എവിടെ, പഞ്ചാര എവിടെ, തേയില എവിടെ, കൊടുക്കോ നിങ്ങൾ? എന്റെ പൊന്നാര ഈ ആവശ്യമില്ലാത്തൊന്നും വായിക്കാൻ നിൽക്കണ്ട. ഇതിപ്പോ അവരൊന്നും ഇതൊന്നും വന്ന് ചോദിച്ചാലല്ലോ ഒരു ഇത്തിരി മല്ലിപ്പൊടി ആ കൂട്ടാനിക്ക് തരുന്നില്ല ഒന്ന് ചോദിച്ചു ആ ഒന്ന് പിക്ക് കൊടുക്കാന്നും പറഞ്ഞു. ഇനിയിപ്പൊ ഞാൻ എന്ത് പോയിട്ട് പറഞ്ഞ അവിടെ അവിടെ ഇല്ലാന്ന് പറയുന്നത് എങ്ങനെ എടുത്ത് കൊടുക്കാൻ ഈ വെറുതെ കളിക്കാൻ കണ്ട് നിങ്ങൾക്ക് ബുദ്ധി ഇല്ല. ഓർക്കെങ്കിലും ബുദ്ധി വേണ്ടേ? കണ്ടവന്റെ വീട്ടിൽ നിന്ന് മല്ലിപ്പൊടി ഇറക്കാൻ വന്നിക്കുന്നു. അപ്പോള് പറയണൊക്കെ കണ്ടോന്റെ വീട്ടിലോട്ട് ഞാൻ ഓനും തമ്മിലുള്ള ബന്ധം എനിക്കറിയില്ലേ? അറിയില്ല എനിക്ക്. ഞാൻ അതൊക്കെ പോട്ടെ ആ തള്ളി ഞാൻ തമ്മിൽ മതിയായി നിങ്ങളുടെ കഥ കേട്ടു. അതെ ഇതിപ്പോ വർത്താനം ഞാൻ തല്ലൂടാനും വഴക്കിനും വന്നല്ല. അപ്പൊ ആൾക്കാർ കേൾക്കും നമ്മൾ ഇവിടെ കിടന്നത് ഒന്നും തല്ലൂടാൻ കണ്ട. നിങ്ങൾ പോയിട്ട് പറയും ഇവിടെ മല്ലിപ്പൊടി ഇല്ല, ഇവിടെ ഒക്കെ നോക്കിക്കണ് മല്ലിപ്പൊടി ഇല്ലാന്ന് പോയി പറയും. കണ്ണി ചോറിലാണ്ട് ഈ സംസാരിക്കരുത്. നിന്റെ ഒരു കച്ചവടത്തിന് വേണ്ടി കായ് ചെലവാക്കിയിട്ട് ഓന്റെ പൊരയുടെ തപ്പോ ജപ്തിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നേക്കാണോ നീ? ഇപ്പൊ അന്റെ ഒരു മല്ലിപ്പൊടിക്കാണ് ഇത്ര വലിയ വില. ഈ വെറുതെ വേഷം കെട്ടിന് കണ്ട മുതലാണ്ട് കൊടുത്തു കൊടുക്കും. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. എന്റെ മല്ലിപ്പൊടി ഞാൻ കൊടുക്കൂല. കൊടുക്കൂല അത് എന്താ മല്ലിപ്പൊടി എന്താണ് ഇത്ര വലിയ വില കാണിക്കാതെ എനിക്ക്? വെറുതെ വർത്താനിക്കണ്ട എടുത്ത് കൊടുക്കണ്ടേ? കൊടുക്കൂല കൊടുക്കൂല എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കാത്ത അയക്കറണോ? ഞാൻ മേടിച്ച മുതലാണ്. എന്താണ് പിന്നെ എനിക്ക് കൊടുക്കാത്ത വിഷമം? കണ്ടോരാണ് ഈ വർത്താനത്തിന് നിൽക്കട്ടെ. മുതലിങ്ങനെ എടുക്കണ ഈ വർത്താനത്തിന് കണ്ടു കൊടുക്കൂല. എനിക്കറിയാം എന്തിനാണ് പന്നോട് ചോദിക്കണേ? എനിക്കറിയാം എന്റെ പറ്റാണ് ഈ മര്യാദക്ക് എടുക്കാതെ. മുഴുവൻ കൊടുക്കണേ മുഴുവൻ കൊടുക്കും. എന്റെ സ്വഭാവം നോക്കി നിൽക്കാൻ പറ്റില്ല. ഈ മനുഷ്യനെ പ്രാന്ത് പിടിക്കാണ്ട എടുക്ക് കയ്യിലാണ് കൊണ്ടുപോകണ ഒരാൾ സാധനം ചോദിച്ചാല് പിന്നല്ലാതെ കയ്യിൽ കൊടുക്കേ. ഒരാളൊരു മുതൽ ചോദിച്ചാൽ ഈ ഒരു പാത്രത്തിൽ മേശകെട്ട് നിൽക്കാണ്ട് അതൊക്കെ എന്റെ കണ്ണു മോന്തം കണ്ടിട്ടേ. ഇതെന്താണ്? എന്ത് ചമ്മന്തി ഇറക്കാനാ? മര്യാദക്ക് ഒരു കൂട്ടാനിലേക്കുള്ള കൊടുക്കണ്ടേ? എന്ത് കാണിക്കണേ? നിങ്ങളല്ലേ പറഞ്ഞ ഒരു കൂട്ടാനത് മതിയെന്ന് മെല്ലെ പറയും. സമാനം ഉണ്ടാക്ക ആൾക്കാർക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റൂല. ഒരാൾക്കൊരു മുതല് കൊടുക്കണ്ടേ? മല്ലിപ്പൊടിന്റെ കൂട്ടാനാ സമാനിക്കേ. ഞാൻ മേടിച്ചോണ്ടരാ. ഇതിപ്പോ ഇത് അങ്ങോട്ട് കൊടുത്തു വെച്ചിട്ട് എനിക്ക് കുറയൊന്നുമില്ല. ഞാൻ അടുത്ത പുതിയ പാക്കറ്റ് മേടിച്ചോണ്ടാ. ഇരിക്കട് ഇതും കൂടി ഉള്ള ഇനി ഇന്നോട് ചോദിക്കരുത്. എന്റെ സ്വഭാവം വല്ലാണ്ട് മാറിക്കൊണ്ട് അവര് വന്നപ്പോ തുടങ്ങിയതാണ്. എനിക്ക് ഇഷ്ടല്ല തന്നെ. ഇഷ്ടല്ല. മനുഷ്യന്മാരെ കുറച്ച് ബുദ്ധിയെങ്കിലും വേണം. ഇവിടുത്തെ കൊണ്ട് കൊടുക്കാം. ഞാനിപ്പൊ നിന്റെ കാറ് ഞാനെടുത്ത് മുന്തിയിൽ വെച്ചിരിക്കുന്നത്. നിനക്ക് എന്തിയാ? ഞാൻ കാർ എടുത്താ? നിന്റെ കാറ് ഞാൻ എന്തിനാ എടുക്കുന്നത്? നിങ്ങൾ കളിച്ചോണ്ടിരുന്നതല്ലേ? എടാ ഞാൻ വീട്ടിൽ സാധനം പറക്കാൻ നോക്കോ നിന്നെ കാർ എടുക്കാൻ താഴോട്ടോ. എന്തോരം അനുസരണ. തന്ത വിമാനത്തിൽ കയറിയതാണ് ലാലാ അടിച്ചോണ്ട് കിടക്കുന്നത്. എന്റെ അച്ചു നീ അപ്പത്തെങ്ങാനും പോയിരുന്നേ. നല്ല പിന്നെ ഇനി ഇതില്ലാണ്ട കറി ശരിയാവാതിരിക്കണ്ട. അയ്യോടാ മല്ലിപ്പൊടിയല്ല മഞ്ഞപ്പൊടിയല്ലേ വാങ്ങിക്കാൻ പറഞ്ഞത്? എന്ത് മഞ്ഞപ്പൊടിയാ ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞത്? എന്റെ അമ്മ നിങ്ങൾ മല്ലിപ്പൊടി എന്റെ അടുത്ത് പറഞ്ഞത്. എടാ ഞാൻ പറഞ്ഞത് മഞ്ഞപ്പൊടിയെന്നാ. നീ എന്ത് പൊടിയെന്നാ പറഞ്ഞത് എന്റെ അടുത്ത്? എന്റെ ഏട്ടാ ഞാൻ മഞ്ഞപ്പൊടി മേടിച്ചോണ്ട് വരാനാണ് പറഞ്ഞത്. നീ കുന്താണ് പറഞ്ഞത്. നീ മല്ലിപ്പൊടി എന്റെ അടുത്ത് പറഞ്ഞത്. അമ്മേ ഏട്ടൻ എന്തൊക്കെയാണ് ഈ പറയണത്? ആദ്യം നിങ്ങൾക്ക് ഏത് പൊടിയാ വേണ്ടത് തീരുമാനിക്കും.
ചേട്ടാ എനിക്ക് മഞ്ഞപ്പൊടിയാണ് വേണ്ടത്. മഞ്ഞപ്പൊടി. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മനുഷ്യട്ട് കഷ്ടപ്പെടുന്നതിനോട് ആ, കണക്ക് അത് തന്നെ ഞാനും പറയുന്നത്. മനുഷ്യനെ കഷ്ടപ്പെടുന്നതിന് പരിധിയുണ്ട്. താങ്ങോട്ട് കൊണ്ടുപോ. മുത്തേ, അച്ഛനൊട്ടൊരു കാര്യം ചെയ്യോ? ഇപ്പൊ തന്നെ ഇത് മല്ലിപ്പൊടിയല്ലേ? ഈ മല്ലിപ്പൊടി അവിടെ കൊടുത്തിട്ട് മഞ്ഞപ്പൊടിയാണ് വേണ്ടത് റസിയാത്ത, ഒരു ഇത്തിരി മഞ്ഞപ്പൊടി വേണമെന്ന് പറ. ശരി. അച്ഛാ, നമ്മുടെ കുടുംബം മൊത്തം തന്നെ ആവശ്യമില്ലല്ല, അച്ഛന് മാത്രം തണ്ടിയാ പോരെ. കേട്ടോ കേട്ടോ, ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ. അപ്പൊ കാറില്ല. പോടാ അവിടെ നിന്ന്. കാറ് കൂടെ വിടെ, കൂട്ടിനകത്തൊരു കാറുണ്ടോ?